ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഈ കന്യാസ്ത്രീകളുടെ വിഷയങ്ങൾ വെച്ച് കന്യാസ്ത്രീകൾക്ക് എതിരായിട്ട് അതായത് അവർ മതം മാറ്റാൻ നടക്കുന്ന എന്തിനാ അങ്ങനെ ചെയ്യുന്ന ഇങ്ങനെയൊക്കെയുള്ള കമൻറ്റുകൾ കണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഇത് പറയാതെ പോകാൻ വയ്യ. കാര്യം എനിക്ക് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഈ സംസാരിക്കുന്നതിനുള്ള ധൈര്യം വരെ കിട്ടിയത് എനിക്ക് ഈ പറയുന്ന ഈ കന്യാസ്ത്രീ സലേഷ്യൻ സഭയിൽ നിന്നാണ്. കാര്യം എനിക്കവർ വസ്ത്രങ്ങൾ തന്ന്, എന്നെ അവർ ഒരു തൊഴിൽ പഠിപ്പിച്ച്, എനിക്ക് ആഹാരം തന്ന്, എനിക്ക് അത്യാവശ്യം ഞാൻ 1 തൊട്ട് 10 വരെ പഠിച്ചെങ്കിലും ഞാൻ പഠിത്തത്തിൽ വളരെ 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 മോശമായിട്ടുള്ള ഒരാളായിരുന്നു. പിന്നീടുള്ള ഡോൺ ബോസ്കോ പഠനമാണ് എനിക്ക് എന്തെങ്കിലും ഈ വീഡിയോ എടുക്കാൻ ഇങ്ങനെ വന്ന് നിൽക്കാനുള്ളൊരു ധൈര്യം എനിക്ക് കിട്ടിയത് ഈ ഡോൺ ബോസ്കോയിലെ വിദ്യാഭ്യാസങ്ങളൊക്കെയാണ്. അപ്പം ഇപ്പം ഞാൻ ഈ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഇത്രയും നാൾ ഞാൻ ഉൾപ്പെടുന്ന പല ഹിന്ദുക്കളായിട്ടുള്ള പല കുട്ടികളും ഇവിടെ ഉണ്ടായിരുന്നു. ഇന്ന് വരെ ഒരാളോട് പോലും മതം മാറാനോ മതം മാറ്റാനോ അങ്ങനെയുള്ള അങ്ങനത്തെ ഒരു വാക്ക് പോലും ഈ കന്യാസ്ത്രീകളോ പള്ളിയിൽ അച്ഛന്മാരോ അല്ലെങ്കിൽ ഈ പള്ളിയിൽ അച്ഛൻ വിളിക്കുന്ന ബ്രദേഴ്സോ ഒന്നും നമ്മുടെ അടുത്ത് അതിനെപ്പറ്റി സംസാരിക്കുന്നത് പോലുമില്ല. അസതോമ സദ്ഗമയ, തമസോമ ജ്യോതിർഗമയ, മൃത്യോമ അമൃതം ഗമയ എന്ന് പഠിപ്പിച്ച് അതിന് അർത്ഥം പറഞ്ഞു തന്നത് ഫാദർ രാജുവാണ്. രാജുശനെ ഇപ്പോൾ ഓർക്കുന്നു. അതുപോലെ തന്നെ കാൽക്കുലേഷൻ പഠിപ്പിച്ച GBHN ഇവരെല്ലാം അവരൊക്കെ ചെയ്ത പ്രവർത്തികൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോരുത്തരിടുന്ന കമന്റ് കാണുമ്പം മനസ്സിന് നല്ല വിഷമമുണ്ട്. അവരാരും മതം മാറ്റാൻ നടക്കുന്നവരെയല്ല, അവര് സമൂഹത്തിൽ അങ്ങേ താഴെ കിടക്കുന്ന ആൾക്കാരെ വിദ്യാഭ്യാസം നൽകിയും ഓരോന്ന് പകർന്നു തന്നും അവർ ഒരു തൊഴിൽ പഠിപ്പിച്ചും ഈ സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കാനായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ട് നടക്കുന്നവരായി കന്യാസ്ത്രീകൾ. അതും ഒരു നിസ്വാർത്ഥ സേവനം എന്തുവോ അവർക്ക് അതിൽ നിന്ന് പ്രത്യേകിച്ച് അവർക്കൊന്നും കിട്ടുന്നില്ല. അങ്ങനെയുള്ളവരെ പറ്റി ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് ഒറ്റ കമന്റിൽ ഇങ്ങനെ ആക്ഷേപിക്കുമ്പോൾ നല്ല നല്ല വിഷമമുണ്ട്. അതുപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ഈ ഡോൺ ബോസ്കോ സ്ഥാപനങ്ങളൊക്കെ ഈ ലോകം മൊത്തവും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നു.